നമസ്കാരം. ചെങ്ങന്നൂർ ന്യൂസിലേക്ക് സ്വാഗതം. സ്വാമിയെ ശരണമയ്യപ്പ. നീർവിളാകത്ത് ഉത്സവാഘോഷം തുടങ്ങുകയായി. ചരിത്രപ്രസിദ്ധവും പരിപാവനവുമായ നീർവിളാകം ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം 2025 ഏപ്രിൽ 3 വ്യാഴാഴ്ച രാവിലെ 10-നും 10:45-നും മധ്യയുള്ള ഇടവം രാശി ശുഭമുഹൂർത്തത്തിൽ തൃക്കൊടിയേറി 2025 ഏപ്രിൽ 12 ശനിയാഴ്ച വൈകുന്നേരം 7 മണിയോടുകൂടി നടക്കുന്ന തിരു ആറാട്ടോടുകൂടി സമാപിക്കും. ഗണപതി ഹോമം, ദേവന്റെ പരിവാരങ്ങൾക്കും ഭൂതഗണങ്ങൾക്കും പൂജയോടുകൂടി ഉത്സവബലി, ദേവചൈതന്യവർദ്ധനവിന് വേണ്ടി നടത്തുന്ന കലശാഭിഷേകങ്ങൾ, ഭൂതഗണങ്ങൾക്ക് ശ്രീഭൂതബലി, പള്ളിവേട്ട, പള്ളിവിളക്കെഴുന്നള്ളിപ്പ് എന്നീ താന്ത്രിക വിധിപ്രകാരമുള്ള ആചാരാനുഷ്ഠാനങ്ങൾക്ക് പുറമെ വിവിധ ക്ഷേത്ര കലകളും നൃത്തസംഗീത പരിപാടികളും ഉൾപ്പെടുത്തിയാണ് തിരുവുത്സവം കൊണ്ടാടുന്നത്. ഒന്നാം ദിവസമായ ഏപ്രിൽ 3 തൃക്കൊടിയേറ്റിനു ശേഷമുള്ള തൃക്കൊടിയേറ്റ് സദ്യ, ഏപ്രിൽ 4 ദീപാരാധനയ്ക്ക് ശേഷം നീർവിളാകം ടാഗോർ ഗ്രന്ഥശാല വനിതാവേദി അവതരിപ്പിക്കുന്ന നൃത്തസംഗീത പരിപാടി നാട്ടരങ്ങ്, ഏപ്രിൽ 6 നടന സ്കൂൾ ഓഫ് ആർട്സ് അവതരിപ്പിക്കുന്ന നടന തരംഗിണി 2025, ഏപ്രിൽ 7 വൈകുന്നേരം 9:45 നാട്ടിലെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മയായ ആൽത്തറക്കൂട്ടം വഴിപാടായി സമർപ്പിക്കുന്ന പന്തളം മഹനീയം ബീറ്റ്സിന്റെ ഗാനമേള, ഏപ്രിൽ 8 വൈകുന്നേരം 9:45 ശ്രീ മൂകാംബിക നൃത്ത കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നൃത്തധ്വനി, ഏപ്രിൽ 9 രാത്രി 10 മണി മുതൽ കുട്ടമത്ത് പ്രൊഡക്ഷൻസ് സമർപ്പിക്കുന്ന നീലാംബരി സംഗീതരാവ്, ഏപ്രിൽ 10 പൂരം നാളിൽ രാത്രി 10:30 ഹിഡുംബൻ പൂജയ്ക്ക് ശേഷം പെരിങ്ങാട്ടുകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള കാവടി വരവ്, ഏപ്രിൽ 11 ഉത്രം മഹോത്സവ നാളിൽ രാവിലെ 10:30 കാവടി വരവ്, ഉച്ചയ്ക്ക് 12:30 കാവടി അഭിഷേകം, വൈകിട്ട് 3 നീർവിളാകം യുവജന സമിതി വഴിപാടായി സമർപ്പിക്കുന്ന കെട്ടുകാഴ്ച, 4:30 ദിനൂപ് കുളത്തുങ്കൽ വഴിപാടായി സമർപ്പിക്കുന്ന കാഴ്ച ശ്രീബലി, വേലകളി, രാത്രി 11 നൃത്തനാടകം, തുടർന്ന് പിറ്റേന്ന് പുലർച്ചെ 3 മണിക്ക് പള്ളിവിളക്കെഴുന്നള്ളിപ്പ്, സമാപന ദിവസമായ ഏപ്രിൽ 12 വൈകുന്നേരം 7 മണിയോടുകൂടി നടക്കുന്ന തിരു ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും. 1741 നമ്പർ NSS കരയോഗവും വടക്കൻ നീർവിളാകവും ചേർന്നാണ് ശബ്ദവും വെളിച്ചവും ഒരുക്കുന്നത്. VR ശശിധരൻ പിള്ള പ്രസിഡന്റും R വസന്തകുമാർ സെക്രട്ടറിയുമായുള്ള കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദേശദേവന്റെ തിരുവുത്സവം നടത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ചെങ്ങന്നൂർ ന്യൂസ്.